أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു സൂറത്തുൽ കൗസറിന്റെ ആദ്യത്തെ വചനത്തിന് നൽകിയ വിശദീകരണത്തിന്റെ തുടർച്ചയാണ്. ഹുദൂർ പറയുന്നു, പിന്നെ കൃഷിയാണ്. അതിനെ സംബന്ധിച്ചും ഇസ്ലാം വളരെ ശക്തമായ നിയമങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വസ്തുവും പാകമാകുന്നതിനു മുമ്പേ വിൽക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഈ രീതിയിൽ വഞ്ചന നടക്കുന്നതാണ്. കാറ്റ് വീശുകയും പഴങ്ങൾ വീണുപോവുകയും അതല്ലെങ്കിൽ ധാന്യങ്ങൾക്ക് കുറവ് സംഭവിക്കുന്നു. പ്രത്യേകിച്ച് തോട്ടങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴങ്ങൾ പാകമാകുന്നതിന് മുമ്പേ വിൽക്കരുത് എന്ന കൽപ്പന നൽകി. എന്നാൽ ഭൂമി ഉൾപ്പെടെയാണ് വാങ്ങുന്നയാൾക്ക് നൽകുന്നതെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് കൃഷി ചെയ്ത് ആ കുറവ് നികത്താവുന്നതാണ്. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, വആതു ഹഖഹു യൗമ ഹസാദിഹി, അതായത് വിളവെടുപ്പ് സമയത്ത് അവകാശങ്ങൾ നൽകുക. ആദ്യം ദരിദ്രരായവർക്ക് അവരുടെ അവകാശം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിളവ് അനുവദനീയമാകുന്നതാണ്. അല്ലാത്ത പക്ഷം അത് അനുവദനീയമാകുന്നതല്ല. പിന്നെ ഉള്ളത് മറ്റുള്ളവരുടെ കൃഷിയിടത്തിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇസ്ലാം പറഞ്ഞത്, അഥവാ ആരെങ്കിലും നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാൽ അവരെ തടയരുത്. ബുഖാരി. ഭൂമിയിൽ നിന്ന് മറ്റുള്ളവർ വെള്ളം കൊണ്ടുപോകുന്നത് തടയുകയാണെങ്കിൽ ജനജീവിതം നശിക്കുന്നതാണ്. പിന്നെ വിവാഹ കാര്യങ്ങളാണ്. ഇസ്ലാം അതിനെ സംബന്ധിച്ചും ഒരുപാട് നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മഹർ നിശ്ചയിച്ചിരിക്കുന്നു. അതേപോലെ വിവാഹത്തിന് മുമ്പ് സ്ത്രീയെ കാണുക. വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണിത്. വിവാഹ സമയത്ത് എല്ലാ കാര്യങ്ങളും ഇരു കുടുംബങ്ങളും തീരുമാനിക്കുമ്പോൾ പെൺകുട്ടിയെ കാണുന്നത് പല കുഴപ്പങ്ങളും തടയുന്നതിന് കാരണമായി തീരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു യുവാവിന് വിവാഹബന്ധം ആലോചിച്ചു. പെൺകുട്ടിയുടെ കുടുംബ പശ്ചാത്തലം ആ യുവാവിന് ഇഷ്ടപ്പെട്ടു. കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നു. അഥവാ താങ്കൾ അനുവാദം നൽകുകയാണെങ്കിൽ ഞാൻ പെൺകുട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് പർദയുടെ കൽപ്പന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു, എനിക്ക് അതിന് അനുവാദം നൽകാൻ കഴിയില്ല. ആ ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി പറഞ്ഞു, ഞാൻ ഇന്ന പെൺകുട്ടിയുമായി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റെല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമായി. ഞാൻ ഇനി ആ പെൺകുട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നു. പെൺകുട്ടിയുടെ പിതാവിനോട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പെൺകുട്ടിയെ കാണുന്നതിന് അനുവദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ചെയ്തത് തെറ്റാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പെൺകുട്ടിയെ കാണാവുന്നതാണ്. ആ യുവാവ് തിരിച്ചുപോയി പെൺകുട്ടിയുടെ പിതാവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം കേൾപ്പിച്ചു. ആ പിതാവ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, എന്നാൽ എൻ്റെ ആത്മാഭിമാനം എന്നെ അതിന് അനുവദിക്കുന്നില്ല. നിങ്ങൾ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ നിങ്ങൾക്ക് പെൺകുട്ടിയെ കാണാനുള്ള അനുവാദം നൽകുകയില്ല. ഈ കാര്യങ്ങൾ പെൺകുട്ടി അകത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ആത്മാഭിമാനം അതിന് അനുവദിക്കുന്നില്ല എന്ന് പിതാവ് പറഞ്ഞത് കേട്ടുകൊണ്ട് ഉടൻ ആ പെൺകുട്ടി പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളോട് എന്നെ കാണാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കാൻ പിതാവിന് എങ്ങനെയാണ് സാധിക്കുക? ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു, എന്നെ നോക്കിക്കൊള്ളുക. ഈ ഒരു കാര്യം ആ യുവാവിൽ എത്രത്തോളം പ്രഭാവം ചെലുത്തിയെന്നാൽ അദ്ദേഹം ഉടൻ ദൃഷ്ടി താഴ്ത്തി ആ പെൺകുട്ടിയെ നോക്കിയില്ല. എന്നിട്ട് പറഞ്ഞു, ഏതൊരു പെൺകുട്ടിയുടെ ഹൃദയത്തിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്രയധികം സ്നേഹമുള്ളത്, അതിനുവേണ്ടി തൻ്റെ പിതാവിനോടുള്ള സ്നേഹം മാറ്റിവെക്കാൻ സന്നദ്ധയാകുന്നത്, അവളെ കാണാതെ തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ആ യുവാവ് ആ പെൺകുട്ടിയെ കാണാതെ തന്നെ വിവാഹം ചെയ്തു. ചുരുക്കത്തിൽ ഒരു ഭാഗത്ത് ഇസ്ലാം പർദ്ദ വെച്ചുകൊണ്ട് അതില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിച്ചപ്പോൾ, മറുഭാഗത്ത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പെൺകുട്ടിയെ കാണുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വിവാഹം നടത്തിയതിനു ശേഷം സംഭവിക്കുന്ന കുഴപ്പങ്ങളെയും ദൂരീകരിച്ചു.
പിന്നെ ഭരണകൂടങ്ങളുടെ അവകാശങ്ങൾ. വിശുദ്ധ ഖുർആൻ അതും വിവരിച്ചിരിക്കുന്നു. ഒരു ഭരണാധികാരിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന് തൻ്റെ പ്രജകളോട് ഏതുവരെ എത്രത്തോളം കൽപ്പനകൾ നൽകാൻ സാധിക്കും, എവിടെയൊക്കെ കൽപ്പന നൽകാൻ സാധിക്കുകയില്ല, ഈ എല്ലാ നിയമങ്ങളും ഇസ്ലാം വിശദീകരിച്ച് വിവരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടമായിരിക്കണം എന്ന നിർദ്ദേശം ഇസ്ലാം നൽകുന്നു. തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടം എന്നത് മറ്റൊരു മതവും സമർപ്പിച്ചിട്ടില്ല. പിന്നീട് ഇസ്ലാം ഭരണാധികാരിയോട് പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ ബഹുമാനിക്കണമെന്ന് കൽപ്പന നൽകി. അഥവാ ആ അഭിപ്രായം ദീനിനും രാജ്യത്തിനും കോട്ടം തട്ടുന്ന രീതിയിലുള്ളതാണെങ്കിൽ അതിനെതിരിൽ തീരുമാനം എടുക്കാവുന്നതാണ്. ചില ഭരണാധികാരികൾ പറയുന്നത്, ഞങ്ങൾ പൊതുജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് അവരുടെ അഭിപ്രായം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. മറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഭൂരിപക്ഷ അഭിപ്രായത്തെ നടപ്പിലാക്കാൻ ഭരണാധികാരി ബാധ്യസ്ഥനുമായിരിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഏതെങ്കിലും അഭിപ്രായം അനുചിതമാണെന്ന് കണ്ടാൽ കമ്മിറ്റിയുടെ അഭിപ്രായത്തിന് എതിരിലും തീരുമാനം എടുക്കാവുന്നതാണ്. പൊതുജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരി അകാരണമായി അവരുടെ അഭിപ്രായങ്ങൾക്കെതിരിൽ ചലിക്കുകയില്ല എന്നത് വ്യക്തമായ കാര്യമാണ്. സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നന്മക്ക് എതിരാകുന്ന സന്ദർഭത്തിലാണ് അവരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തെ റദ്ദ് ചെയ്യുന്നത്. സത്യസന്ധനും ദൈവഭക്തനുമായ ഒരാൾക്ക് ഇതിന് സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ അഭിപ്രായം ആരായുന്നതിൻ്റെ പ്രാധാന്യത്തെ ഇസ്ലാം വ്യക്തമാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, ഷാവിർഹും ഫിൽ അംർ, അതായത് നീ അവരിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം തേടുക. ഈ ഒരു കാര്യം മറ്റു മതങ്ങളിൽ കാണുകയില്ല. ഡെമോക്രസിയെക്കുറിച്ച് ഭൂരിഭാഗം പേരും വാദിക്കുന്നു. എന്നാൽ യഥാർത്ഥ ജനാധിപത്യം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ സ്ഥാപിച്ചത് ഇസ്ലാമാണ്. അതിൽ മറ്റു മതങ്ങൾക്കൊന്നും ഇസ്ലാമുമായി മത്സരിക്കുവാൻ സാധിക്കുകയില്ല. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.